പലപ്പോഴും ജയിച്ച വ്യക്തിയും പരാജയപ്പെട്ട വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം ഒരാൾക്ക് മികച്ച കഴിവുകളോ ആശയങ്ങളോ ഉള്ളതല്ല, മറിച്ച് ഒരാളുടെ ആശയങ്ങളിൽ പന്തയം വെക്കാനും കണക്ക് കൂട്ടി റിസ്ക് എടുക്കാനും പ്രവർത്തിക്കാനുമുള്ള ധൈര്യമാണ്. നിങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതുന്ന ഒരു കാര്യം ചെയ്യുക, അതിൽ പരാജയപ്പെടുക, വീണ്ടും ശ്രമിക്കുക, രണ്ടാം തവണയും നന്നായി ചെയ്യുക. ഉയർന്ന സ്ഥലത്ത് കയറാത്തവർ മാത്രമാണ് ഒരിക്കലും വീഴാത്തത്. ഇത് നിങ്ങളുടെ നിമിഷമാണ്, അത് സ്വന്തമാക്കുക. വിജയിക്കണമെങ്കിൽ വിജയിക്കാനായുള്ള നിങ്ങളുടെ ആഗ്രഹം പരാജയത്തെക്കുറിച്ചുള്ള ഭയത്തേക്കാൾ വലുതായിരിക്കണം. എല്ലാം തികഞ്ഞതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പഠിക്കില്ല, നിങ്ങൾ ഒരിക്കലും വളരുകയുമില്ല. നിങ്ങൾ ആയിരിക്കുന്നതിൽ സന്തോഷിക്കുക, നിങ്ങളുടെ കുറവുകളെ സ്നേഹിക്കുക, നിങ്ങളുടെ വൈചിത്ര്യങ്ങൾ സ്വന്തമാക്കുക. നിങ്ങളെപ്പോലെ തന്നെ മറ്റാരെയും പോലെ നിങ്ങൾ തികഞ്ഞവരാണെന്ന് അറിയുക. ഒരാൾക്ക് പ്രായം ആകുന്തോറും ആളുകൾ പറയുന്നത് അയാൾ ശ്രദ്ധിക്കുന്നത് കുറയുകയും ആളുകൾ പ്രവർത്തിക്കുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യും. ബലമുണ്ടാകുന്നത് ഐക്യത്തിൽ നിന്നാണ്. വ്യക്തിഗത ഉൾക്കാഴ്ചകൾ ഒന്നാകുമ്പോൾ നിങ്ങളുടെ കൂട്ടായ കാഴ്ചപ്പാടിന്റെ വ്യാപ്തി വളരെ വലുതാണ്. വികസിക്കാനുള്ള ഏറ്റവും നല്ല സമയം മറ്റാരും റിസ്ക് എടുക്കാൻ ധൈര്യപ്പെടാത്ത സമയമാണ്. ഏത് തൊഴിൽ മേഖലയിലും വിജയം കൈവരിക്കാം. എല്ലാ ശ്രമങ്ങളിലും എപ്പോഴും മുകളിൽ ഇടമുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം ഭ്രാന്തമായിരിക്കുമ്പോൾ ശാന്തത പാലിക്കുന്നത് സമർത്ഥമാണ്. ശരിയായ അനുപാതത്തിൽ അല്ലെങ്കിൽ ചടുലമായ ബുദ്ധി കൈവശം വെക്കുന്നതിൽ പ്രയോജനമില്ല. ഒരു ക്ലോക്കിന്റെ പൂർണ്ണത വേഗത്തിൽ പോകുന്നതല്ല, മറിച്ച് കൃത്യതയിലാണ്. നിങ്ങൾ വേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കണം. നിങ്ങൾ വളരെ ദൂരം പോകണമെങ്കിൽ കൂട്ടത്തിൽ നടക്കണം. എത്ര ഉയരത്തിൽ പറന്നാലും പരുന്തിന് ആഹാരം തേടി ഭൂമിയിൽ ഇറങ്ങേണ്ടി വരും. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളെ അപായപ്പെടുത്തുമെന്ന് ഒരു പുരുഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായി ഉറങ്ങാം. എന്നാൽ ഒരു സ്ത്രീ ഇത് പറഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ ഉണർന്നിരിക്കുക. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ നിധി അറിവാണ്. രണ്ടാമത് മക്കൾ. ഏറ്റവും അവസാനത്തെ നിധി മാത്രമാണ് പണവും സമ്പാദ്യങ്ങളും. എത്ര മോശം ജലത്തിലും താമര വിരിയുന്നു, അതുപോലെയാണ് മനുഷ്യ ജീവിതവും. മൂല്യങ്ങൾ ഉള്ള ആളുകൾ എവിടെ പോയാലും മലിനമാവുകയില്ല. ഒരു പുരുഷൻ ഏതുതരം സ്ത്രീയുമായാണോ സഹവസിക്കുന്നത്, ആ സ്ത്രീയുടെ സ്വഭാവം ആ പുരുഷന്റെ സ്വഭാവത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കും. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.